വിട പറഞ്ഞ സാഹിത്യനായകന് നിത്യശാന്തിയുടെ പ്രകാശം സമർപ്പിക്കുന്നു. ആരെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും സാഫല്യത്തിലണയാത്ത വാഗ്ദാനമോ സാക്ഷാത്കരിക്കാനാവാത്ത വ്യാമോഹമോ അങ്ങനെ വല്ലതുമൊന്നും മനസ്സിലിട്ട് തിരുപ്പിടിപ്പിക്കാനാവട്ടെ. എണ്ണമറ്റ നേർത്ത ശബ്ദങ്ങൾ കൂടിക്കലരുമ്പോഴാണ് നിശബ്ദത തോന്നുന്നത്. ശബ്ദമില്ലാത്തൊരവസ്ഥയില്ല. നിശബ്ദത ഒരു സംഗീതമാണ്. ടീച്ചർജി, ഞാനൊരു തമാശ പറയട്ടെ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല. പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല. പ്രേമലേഖനം എഴുതില്ല. ഒന്നും ചെയ്യില്ല. വെറുതെ ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ലല്ലോ. അതാണ് വേണ്ടത്. നിങ്ങളുടെ പശ്ചാത്തലം മുഴുവൻ എനിക്ക് മറ്റുള്ളവരോട് ചോദിച്ചറിയാം. ഒരു 100 കൂട്ടം കാര്യങ്ങൾ. അതെല്ലാം കൂടിയാകുമ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ 1000 വേരുകളും ചില്ലകളും ഇലകളും വന്നുകൂടും. നിങ്ങൾ ഒരു ബിന്ദു മാത്രം. മാം സാർ, സീസൺ വേഗം കഴിഞ്ഞു. ആരും വന്നില്ല. അടുത്ത കൊല്ലം നോക്കാം അല്ലേ മാം സാർ? അടുത്ത കൊല്ലം വരാതിരിക്കില്ല. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഇഷ്ടം സേതുവിന് ഇന്നും ഒരാളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. സേതുവിനോട് മാത്രം. എങ്കിലും വരാതിരുന്നപ്പോൾ വേദന തോന്നി. ആരോടെന്നില്ലാതെ അരിശം തോന്നി. സ്വയം വഞ്ചിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കി. അവൾ വന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഇനി ഒരിക്കലും വന്നില്ലെങ്കിൽ തന്നെ. നാം ആരാണെന്നറിയുവാനും നമുക്ക് അതൊക്കെ ഉണ്ടായിരുന്നു എന്നറിയുവാനും ആർക്കൊക്കെ എന്തൊക്കെയായിരുന്നു എന്നറിയുവാനും ഇടയ്ക്കൊക്കെ ഒറ്റപ്പെടുന്നത് നല്ലതാ. ചില തിരിച്ചറിവുകൾ നമ്മെ തേടി വരും.
ആഘോഷിക്കണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ കാലത്തിനോട് നന്ദിയുണ്ട്. ഇത്രയും കാലം എനിക്ക് അനുവദിച്ചതിന്. അത് ദൈവമാകാം, എന്തുമാവാം. പ്രായോഗിക ബുദ്ധി എന്നൊക്കെ ആളുകൾ പറയുന്നത് നമുക്ക് വിധിച്ചതല്ല. സ്വല്പം ആദർശം, അരപ്പട്ടണി, അവസാനം നഷ്ടപ്പെട്ട അവസരങ്ങളോർത്ത് ഒരു നെടുവീർപ്പ്. എൻ്റെയും നിൻ്റെയും ജീവചരിത്രം 3 വാചകങ്ങളിൽ തീരും ചാവുമ്പോൾ. മനസ്സിൽ കൊണ്ട പ്രണയത്തിനു മേൽ കാലത്തിന് ഒരു കൊത്തുവേലയും ചെയ്യാനാവില്ല. സഹോദരന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദാസിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദിൻ തിരുവെഴുത്ത് എഴുതിയിട്ടുണ്ട്. അവൻ അവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടിരുന്നവനായി ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിരുന്നല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് നിലം മേടിച്ചു, തല കീഴായി വീണു, നടുവേ പിളർന്നു. അവൻ്റെ കുടലെല്ലാം തെറിച്ചുപോയി. അത് ജെറുസലേമിൽ പാർക്കുന്നവർ അറിയാകുകൊണ്ട് ആ നിലത്തിൽ അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്നു പേരുണ്ടായി. അജ്ഞാതനായ യാത്രക്കാരൻ അവിടെ കടന്നുപോയപ്പോൾ അന്തരീക്ഷത്തിൽ സുഗന്ധമുണ്ടായി. അവിടെ പൂക്കൾ വിടർന്നു, ചുവപ്പും മഞ്ഞയും വെള്ളയും നിറഞ്ഞ പൂക്കൾ. മധ്യപൂർവേഷ്യയിലെ മണൽപ്പരപ്പിലൂടെ നടന്നു നീങ്ങുന്ന യേശുനാഥൻ യൂദാസിനെ കണ്ടുമുട്ടുന്നു. പരവശനായ യൂദാസ്. യൂദാസേ, എഴുന്നേൽക്ക്. യൂദാസേ, എഴുന്നേൽക്ക്. യൂദാസേ, പുറത്തു വരിക. നീ ആരാണ്? ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ദൂതൻ യൂദാസേ. പ്രഭു, പറഞ്ഞാലും. ലോകത്തിൻ്റെ മുഴുവൻ പാപവും ചുമക്കാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ നീ ഓർക്കുന്നുണ്ടോ യൂദാസേ?
പ്രഭു, ഞാൻ ഈ മണ്ണിൽ വീണിട്ട് കാലം എത്രയായി. എൻ്റെ മുറിവിലെ രക്തം ഇനിയും ഉണങ്ങിയിട്ടില്ല. ഇനിയും എന്നെ ശിക്ഷിക്കണമോ പ്രഭു? ഞാൻ എന്തു ചെയ്യണം? യൂദാസേ, നഗരപ്രാന്തത്തിലെ വഴിയമ്പലത്തിൽ യേശു നിന്നെ കാത്തിരിക്കുന്നു. പോകാം. യേശു, 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 യേശു. യൂദാസേ, ഞാൻ ഇവിടെയുണ്ട്. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല പിതാവേ. യൂദാസേ, ഇരുട്ടിൻ്റെ മധ്യത്തിൽ അതിനെ സ്നേഹിച്ചുകൊണ്ട് കഴിയുകയാണിവിടെ. കർത്താവേ, ഈ പാപിയിൽ കരുണ ചൊരിയണമേ. യൂദാസേ, നിന്റെ ശിരസിലെ രക്തം. ഗുരു, അക്കൽദാമയിൽ തലകുത്തി വീണ് പൊളിഞ്ഞതാണ്. ദേവാ, എൻ്റെ പാനപാത്രം നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. എൻ്റെ പാദങ്ങൾക്കിടയിലൂടെ കാലം അറിയാതെ കടന്നു പോകുന്നു. മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി, ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു വേദനിക്കുന്നു? ഇന്നിൻ്റെ മാധുര്യം നമുക്കവശേഷിക്കുന്നു. നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു. ഹായ് ഹായ്, ചെറിയ പുഴ ഒഴുകുന്നു. ഹായ് വഞ്ചി, മീൻ പിടിക്കുന്ന തോണി, ചൂണ്ടയിലിട്ട് മീൻ പിടിക്കുന്നത് കാണാൻ എന്ത് രസാ. ഹായ് ഹായ്. എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ. നല്ല മൂർച്ചയുള്ള മടവാക്കത്തി അയ്യപ്പന്റെ കൈവശമുണ്ട്. അവൻ വൈകുന്നേരം പണി മാറ്റി വല്ലി വാങ്ങാൻ കളപ്പടിക്കൽ വന്നു നിൽക്കുമ്പോ അതെടുത്തു വെക്കണം. രാവിലെ എന്നെ തല്ലാൻ വരുമ്പോ അച്ഛനാർക്ക് കൈയുണ്ടാവില്ല. അതന്വേഷിച്ച് അയാൾ ഓടി ഓടി നടക്കും. ഈ വലിയ വീടിന് തീ കൊടുക്കണം. എന്നാൽ എല്ലാരും ചത്തുപോകുമല്ലോ. എല്ലാരും വേണ്ട, അമ്മുക്കുട്ടി മാത്രം ബാക്കിയുണ്ടാവണം. എല്ലാം കത്തിക്കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേര് മാത്രമാകും. പക്ഷേ തനിയെ താമസിക്കുന്നതെങ്ങനെ? പ്രേതങ്ങളായിരിക്കും നിറയെ. വീട് മുഴുവൻ പ്രേതങ്ങൾ. പടിപ്പുരയിൽ, നാലുപുരയിൽ, പത്തായ പുരയിലെല്ലാം. എല്ലാവരും എനിക്ക് ഭ്രാന്താണെന്നാ പറയണത്. ഭ്രാന്തായാൽ എല്ലാം മറന്നു പോകില്ലേ? ഞാനെല്ലാം ഓർക്കുന്നു പഴയ പോലെ. അമ്മയെ ഓർക്കുന്നു. അമ്മയെ മറവ് ചെയ്ത സ്ഥലം നന്നായി ഓർമ്മയിലുണ്ട്. അമ്മുക്കുട്ടിയുടെ കൂടി പഠിക്കാൻ പോയതും ഓർമ്മയുണ്ട്. കുന്നിമണികൾ വീണ് കിടക്കുന്ന ഇടവഴി നല്ല ഓർമ്മയുണ്ട്. അമ്മയുടെ കൂടെ അമ്മായിയുടെ വീട്ടിൽ വിരുന്നു പോയതും ഓർമ്മയുണ്ട്. എത്ര കുന്നിച്ചെടികളാണ് അതിർത്തിയിൽ. ഇടവഴിയിലെ പൂഴിമണ്ണിൽ നിറയെ കുന്നിക്കുരു. ആ അമ്മുക്കുട്ടി,
ഈ മുട്ടിലെ തോല എങ്ങനെയാ പോയത്? എന്തിനാ തല്ല് കിട്ടിയത്? അച്യുതൻ നായർ പറഞ്ഞത് അനുസരിക്കണം. കുട്ടിയേട്ടൻ്റെ സൂക്കേടൊക്കെ മാറും. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. അമ്മുക്കുട്ടി, 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 അമ്മുക്കുട്ടി. കുട്ടേട്ടാ, കുട്ടേട്ടന് ഭ്രാന്താണ്. എനിക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്താണ്. എന്നെ ചങ്ങലക്കിടൂ, എന്നെ ചങ്ങലക്കിടൂ. മഹായുദ്ധം കഴിഞ്ഞ കുരുക്ഷേത്രത്തിൻ്റെ ശൂന്യതയിൽ കബന്ധങ്ങൾക്കിടയിലൂടെ വരണ്ട ചോരപ്പുഴയിലൂടെ നടന്നപ്പോൾ ദുഃഖം തോന്നിയില്ല. യുദ്ധം ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. വിജയത്തിൻ്റെ മറുപുറത്ത് മരണമുണ്ട്. കർമ്മത്തിൻ്റെ ചതുരംഗക്കളത്തിലെ കരുനീക്കത്തിൻ്റെ ഭാഗമാണ് എല്ലാമെന്ന് നിശബ്ദം ഓർമ്മിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കരുതെന്നാണ് മഹാപ്രസ്ഥാനത്തിനിറങ്ങുമ്പോൾ ഉറപ്പിച്ചത്. വഴിക്ക് മാത്രമല്ല, പിന്നിട്ട ജീവിത പഥങ്ങളിൽ എവിടേക്കും തിരിഞ്ഞു നോക്കരുത്. കടലലകളുടെ അവ്യക്ത ഘോഷം കേട്ട് അകന്നു മാറി നിൽക്കുന്ന അർജുനൻ വീണ്ടും സ്വയം ശാസിച്ചു, തിരിഞ്ഞു നോക്കരുത്. ദ്രൗപദിയും ചിത്രാംഗതയും ഉലൂപിയും പേര് പോലും ഓർമ്മിക്കാൻ കഴിയാത്ത അസംഖ്യം സ്ത്രീകളുമെല്ലാം ജീവിതത്തിൽ ആരുമായിരുന്നില്ല. ബാല്യത്തിൽ ശാസ്ത്രം പഠിപ്പിച്ച ബ്രാഹ്മണൻ പറയാറുള്ളത് പോലെ പുരുഷന് തൻ്റെ രേതസ് ഹോമിക്കാൻ വേണ്ടി ജ്വലിപ്പിച്ച അഗ്നിജ്വാലകൾ മാത്രം, അല്ലെങ്കിൽ വിജയശ്രീലാളിതനായ വില്ലാളിക്ക് വിജയമുഹൂർത്തത്തിൽ ഉയർത്തിക്കാട്ടാനുള്ള ആഭരണങ്ങൾ മാത്രം. പകലുകളുടെ പാഠഭേദങ്ങളില്ലാതെ രാത്രികൾ യോജനകൾ പിന്നിടുമ്പോൾ വഴിക്ക് മുമ്പ് വനവാസക്കാലത്ത് തീർത്ഥാടകരായി നടന്ന ഭൂഭാഗങ്ങളിൽ ചിലത് സമീപത്താണെന്ന തോന്നലുണ്ടായി. അരുത്. പണ്ട് ആചാര്യന്മാരും യാത്രയുടെ ആരംഭത്തിൽ ജ്യേഷ്ഠൻ യുധിഷ്ഠിരനും പറഞ്ഞതുപോലെ യോഗം തേടുന്ന മനസ്സിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാകരുത്. നമുക്കിനി ഭൂതകാലമില്ല. ഓർമ്മകളും പ്രതീക്ഷകളും മായ്ച്ചു കളയാൻ മനസ്സ് അചഞ്ചലമാകുന്നു, സ്ഫടികശുദ്ധമാകുന്നു. ഈ വഴിക്കെവിടെയോ ആയിരുന്നില്ലേ സിരാതീർത്ഥം? കാണുന്നുവെങ്കിലും കാണാതെ നടക്കണമെന്നാണ് നിയമം. ജ്യേഷ്ഠ, ജ്യേഷ്ഠ, ദ്രൗപദി വീണുപോയി, നിൽക്കൂ. അത്ഭുതമില്ല. ഉടലോടെ സ്വർഗത്തിലെത്താനുള്ള ആത്മവീര്യം അവൾ പണ്ടേ നഷ്ടപ്പെടുത്തി. അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. രാജസൂയത്തിൽ എൻ്റെ അരികെ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു. യാത്ര തുടരൂ. വീഴുന്നവർ വീഴട്ടെ. അവർക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യാത്ര തുടരൂ. ജ്യേഷ്ഠ, അർജുന, നകുല, സഹദേവ, ദ്രൗപദി വീണ് കിടക്കുന്നു. ഭീമ, ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാൻ സമയമില്ല. യാത്ര തുടരൂ.
ദ്രൗപദി, ദ്രൗപദി, ഇവിടെ ഞാനുണ്ട്, ഇവിടെ ഞാനുണ്ട്. പറയൂ, പറയൂ, അവസാനമായി, അവസാനമായി എന്തെങ്കിലും പറയൂ, പറയൂ. ഇത് ഭീമനാണ്, ഭീമനാണ്. അവസാനമായി പറയൂ, പറയൂ ദ്രൗപദി, പറയൂ. जगत्प्राणाय विद्महे ध्वजहस्ताय धीमहि तन्नो वायुः प्रचोदयात्. ഏതു നിഷേധിയുടെ നിശ്വാസങ്ങളിലും സ്നേഹത്തിൻ്റെ ആർദ്രതയുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ച MT ആകാശവീഥികളിൽ അക്ഷരജ്യോതിസായി അങ്ങനെ അങ്ങനെ നിറഞ്ഞേ നിൽക്കും. പ്രിയപ്പെട്ടവരെ, MT നിലയ്ക്കാത്ത ഓളങ്ങൾ ലൈറ്റ് ആൻഡ് ഷർട്ട് ഷോ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കുകൊണ്ടവർ KV സത്യൻ, സ്മിത താമരശ്ശേരി, സുമതി ഹരിഹർ, സദാനന്ദൻ മാസ്റ്റർ, സിദ്ധു ബാലുശ്ശേരി. രംഗാവതരണം സംവിധാനം BN സന്തോഷ് കുമാർ. എല്ലാവർക്കും അഭിവാദ്യം.